എവരിവൺ, വെൽക്കം ടു അവർ ചാനൽ. ഇന്നെല്ലാവരും തറവാട്ടിലാണ് കേട്ടോ. അങ്ങനെ കുട്ടികളെല്ലാവരും കൂടി കൂടിയാണ്ടുള്ള കളിയും ചിരിയൊക്കെ ആയിട്ട് നല്ല രസമാണ് കേട്ടോ. അടുത്ത് തന്നെ അടിപൊളി ഫുഡ് വേണം. നല്ല കാടപ്പൊരി ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളെല്ലാവരും മാങ്ങ പറിക്കാൻ പോയി. ഇതൊക്കെ എല്ലാവരും വരുമ്പോൾ മാത്രമേ ഉള്ളൂ കേട്ടോ നടക്കല്. അല്ലെങ്കിൽ ആർക്കും മാങ്ങയും വേണ്ട, ചക്കയും വേണ്ട, ഒന്നും വേണ്ട. ഇനി ഇതിന് നല്ല ഉപ്പും മുളകൊക്കെ തേച്ചിങ്ങോട്ട് തിന്നണം. എല്ലാവരും കണ്ടാൽ പിന്നെ കുട്ടികളെ നോക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഓല് എപ്പോഴും ഭയങ്കര കളിയിലായിരിക്കും. പിന്നെ കുറച്ച് പാത്തമാങ്ങ കിട്ടിയിട്ടുണ്ട്. ഇത് പെറുക്കിയതാണ് കേട്ടോ. പിന്നെ നമ്മുടെ മെയിൻ ആളിതാ ചക്ക. എല്ലാവരും കുടുംബം ഇവിടെ ചക്ക കൂട്ടാൻ മെയിനാണ് കേട്ടോ. എനിക്ക് കൂട്ടാൻ ഒട്ടും ഇഷ്ടമല്ല, പാത്തത് മാത്രമാണ് ഇഷ്ടം. ഇപ്പം മാങ്ങൻ്റെ ആക്രാന്തം ഇതുവരെ തീർന്നിട്ടില്ല. പിന്നെയും പോയി പറിച്ചിട്ടോ. പിന്നെ എല്ലാവരും കൂടിയിരുന്ന് നല്ല സൊറയൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ ഇനി വലിയവർക്കും എന്തെങ്കിലും ഒരു ഗെയിമൊക്കെ കളിച്ചാലെന്ന് പറഞ്ഞിട്ടുള്ള ഭയങ്കരമായ ചർച്ചയാണ് കേട്ടോ അവിടെ നടക്കുന്നത്. അതൊന്നും വക വെക്കാതെ ഇതുപോലത്തെ തറവാട്ടിലെ ഡ്രസ്സാണ് കേട്ടോ. ഇവര് മൂന്നാളും ഏകദേശം ഒപ്പായതുകൊണ്ട് തന്നെ ഇവരുടെ കളീൻ്റെ ഇരട്ടി ഒന്നുകൂടി കൂടും. പിന്നെ സൂക്ഷിച്ച് നോക്കിയാൽ മണലിൻ്റെ ഇടയിൽ കൂടെ 3 ആൾക്കാർ പോകുന്നുണ്ട് കേട്ടോ. ഇനി നേരെ പോണത് തോട്ടത്തേക്കാണ്. തോട്ടം എന്ന് പറഞ്ഞാൽ അവിടെ റബ്ബറൊക്കെ വെച്ചിട്ടുള്ളൂ. അങ്ങനെ അതൊക്കെ എന്തായി, വളരുന്നുണ്ടോ, വെള്ളം ഒഴിക്കാനൊക്കെ ആയിട്ടാണ് എല്ലാവരും പോകുന്നത്. എല്ലാവരും പോയ സ്ഥിതിക്ക് എല്ലാവർക്കും വിശപ്പുണ്ടാവും. അപ്പോൾ ഞങ്ങളിതാ ഒരു ലോഡ് സാധനങ്ങളും കൂടി കൂടെയാണ് കേട്ടോ പോയത്. ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോൾ മണ്ണേത് കുട്ടികളേതെന്ന് തിരിച്ചറിയണില്ല. ഏതായാലും ഓരോ ഹാപ്പിയാണ്. ഇവിടെ എന്തെങ്കിലും ഒരു ഡാൻസ് പ്രോഗ്രാം ഒക്കെ വെച്ചാലോ എന്നുള്ള ചർച്ചയാണ് തോന്നുന്നുണ്ട്. ഇവിടെ വന്നിരുന്നാൽ ഭയങ്കര രസമാണ് കേട്ടോ. നല്ല തണുത്ത കാറ്റും പിന്നെ പ്രകൃതിപരമായിട്ട് നമുക്കിങ്ങനെ നോക്കി നിൽക്കാം. അങ്ങനെ ഞങ്ങൾ നാച്ചുറൽ ബ്യൂട്ടിയൊക്കെ അധികം ഒന്നും കാണാനൊന്നുമില്ലെങ്കിലും അത്യാവശ്യം ബ്യൂട്ടി തന്നെയാണെന്നാണ് കേട്ടോ. പിന്നെ ഇവിടെ നേരെ നോക്കി നമ്മുടെ കുരിശുംപാറ നേരെ കാണാം. അങ്ങോട്ട് പോകണം എന്നുള്ളതും ചെറിയ ചർച്ചയിൽ വന്നതാണ്. പക്ഷെ ആ ചർച്ച എന്തായാലും നടക്കില്ല. ഈ കുട്ടികളെയും മക്കളെയും എല്ലാവരും കൂടി അങ്ങോട്ട് കൊണ്ടുപോയാൽ പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വരൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇദ്ദേഹം എന്തെങ്കിലും ഒന്ന് എന്നെ വീഡിയോ എടുക്കുമെന്ന് പറഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. സമയം അങ്ങനെ ഇരുട്ടാവാനായി. അങ്ങനെ ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് അവിടെ ഇരുന്നുകൊണ്ട് കടത്ത് ഇവിടെ തന്നെ ആക്കിയാലോ എന്ന് എല്ലാവരും പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ അവിടെ കടന്നുറങ്ങാൻ ഭയങ്കര സുഖമായിരിക്കും കേട്ടോ. നല്ല തണുപ്പാണ്. അങ്ങനെ വീണ്ടും ഓരോ ആൾക്കാരെ കലാവിരുദ്ധങ്ങളും കണ്ട് അവിടെ അങ്ങനെ ഇരുന്നു കേട്ടോ. ചിലർ പാട്ട്, ചിലർ ഡാൻസ്, അങ്ങനെയൊക്കെ. ഇവിടെ ഇപ്പം എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഒരു കരാട്ട മാസ്റ്റർ ഉണ്ട്. അപ്പോൾ പിന്നെ നൂനക്കുട്ടികൾക്ക് മസിലുണ്ടോ ഇല്ലേ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കാൻ പോയതാണ്. അൻ്റെലാരെ കറായിട്ട് എനിക്കറിയാമെന്ന് പറഞ്ഞാൽ നെർവയാണ് ചെന്നിട്ടുണ്ട്. എടുത്തെറിഞ്ഞാലോ എന്നുള്ളതാണ് ഓൻ്റെ ഭാവം. പിന്നെ കുട്ടിയായി പോയില്ല, എറിയാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ച് അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. സൂര്യേട്ടൻ പോവുകയാണെന്നുള്ളതൊക്കെ അറിയിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇവിടുന്ന് അങ്ങോട്ട് താഴത്തേക്ക് ഇറങ്ങാൻ ആർക്കും ഒരു കൂട്ടമില്ല. അവിടെ തന്നെ കൂടാന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇതിപ്പോൾ എന്തായാലും രാത്രി ആയാലും ഇവർ വരുമെന്ന് തോന്നുന്നില്ല. എന്തായാലും ഞാൻ പോവാണ്. അപ്പം ഇന്ന് ഇത്രയുള്ള വ്ളോഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. സോറി രാത്രി ആയിട്ടില്ല. ഇവിടെ എന്തോ ഷൂട്ട് നടന്നതാണ്. പകലായി. പോകാൻ നിന്ന ടൈമിൽ ഇത് അവിടെ ആരോ എന്തൊക്കെയോ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താ പുതിയ ഡിഷാണെന്നൊക്കെ പറയണേ. പാട്ടയിലിട്ട് ഉണ്ടാക്കിയതാണ്. കറി എന്താ? ചിക്കൻ കറിയാ, ബീഫ് കറിയാ, മീൻ കറിയാ? അത് ഇത് ഉണ്ടാക്കിയതിന് ശേഷം അല്ലേ? അപ്പൊ കൂട്ടാൻ ചമ്മന്തിയാണ്. ചമ്മന്തിയാ മാവ് ഉണ്ടാക്ക. അതൊക്കെ നസുവിന്റെ തോറ്റ് പിന്നെ പറ വന്നിരിക്കുന്നു. ലാസ്റ്റൊക്കെ ആയപ്പോഴത്തേക്കിനും ഇവിടെ യുദ്ധം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കരച്ചിലും ബഹളമൊക്കെ ആയാണ് ഞങ്ങൾ വേഗം തന്നെ സ്ഥലം വിടാന്ന് വിചാരിച്ചു. എന്തിനാ കുട്ടി കരയണേ? ആര്?
അതാ കടി കൊടുക്കണം അല്ലേ? അവൾ കഷ്ടപ്പെട്ട് എന്തൊക്കെയാ ഫുഡൊക്കെ ഉണ്ടാക്കിനെ, അതൊക്കെ നെച്ചിക്കാ കൊടുത്തങ്ങാണ്ട് എറിഞ്ഞു എന്നാ പറയണത്. ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ ബൈ. പിന്നെ ലാസ്റ്റ് ആയിട്ട് പടക്കം പൊട്ടിച്ചാലും കൂടി ഉണ്ട് കേട്ടോ. അതോടെ കഴിഞ്ഞാൽ ഇന്നത്തെ വ്ളോഗ് എത്രയാണ്.